മലപ്പുറം പരാമർശത്തിൽ ഉറച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത് സത്യമാണ്. മലപ്പുറത്ത് നിന്ന് മുസ്ലിങ്ങളെ പറഞ്ഞാൽ തല പോകുമെങ്കിൽ പോകട്ടെയെന്നും വെള്ളാപ്പള്ളി കൊല്ലത്ത് പറഞ്ഞു. മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവും വെള്ളാപ്പള്ളി ഉന്നയിച്ചു. വെള്ളാപ്പള്ളി പറഞ്ഞത് ഒന്ന് കേൾക്കാം. ഞങ്ങളാരും മുസ്ലിം വിരുദ്ധരല്ല. പക്ഷേ മുസ്ലിങ്ങളുടെ എന്താണ് ഞാൻ പറഞ്ഞ മലപ്പുറത്ത് വെച്ച കാര്യം പറയാൻ എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാൻ ഒക്കത്തില്ലേ? പിന്നോക്ക സമുദായ മുന്നണി എന്നും സംവരണ സമുദായ മുന്നണി എന്നും പറഞ്ഞ് ഞങ്ങളെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്നത് ആരാണ്? മുസ്ലിം ലീഗല്ലേ. ഭരണത്തിൽ കിട്ടിയപ്പോൾ അവരെന്താ ചെയ്തത്? സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും ഒക്കെ മേടിച്ച് അവരുടെ കാര്യം സാധിച്ച് അവർ പോയി. അപ്പോൾ ഞങ്ങളുടെ കാര്യം എന്താ എടുക്കാത്തത്? ഒരു കൊടിപ്പണി കൊണ്ട് ചോദിച്ചിട്ട് തരാത്തതെന്നാണ്. അവർക്ക് എത്ര കോളേജ് അവിടെ? 17 കോളേജുണ്ട്. ഞങ്ങൾക്ക് മൊത്തം കേരളത്തിലുള്ള കോളേജ് മലപ്പുറത്ത് മുസ്ലിംസിന് മാത്രമുണ്ട്. മുസ്ലിം പാവപ്പെട്ടവർക്കല്ല, അവരുടെ സമ്പന്നന്മാരായ ട്രസ്റ്റുകൾക്ക്. പക്ഷെ അവർക്ക് മണി പവറുണ്ട്, മസിൽ പവറുണ്ട്, മാൻ പവറുണ്ട്. അപ്പോൾ അവരെ സൂചിപ്പിക്കണം പലർക്കും. എനിക്ക് സൂചിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാനുള്ളത് പറയും. വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കാം, എന്നാൽ അദ്ദേഹത്തെ അവഗണിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നായിരുന്നു ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് പറഞ്ഞത്. കേൾക്കാം. ശ്രീ വെള്ളാപ്പള്ളി അദ്ദേഹം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ 30 വർഷം പൂർത്തീകരിച്ചു എന്നുള്ളത് വലിയ ചരിത്രപരമായ ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യാം, പക്ഷേ അവഗണിക്കാൻ പറ്റില്ല കേരളത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ആ ഒരു നേതൃത്വം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയതിന് പ്രത്യേകം അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആ കഴിവ്. SNDPയുടെ യോഗത്തിൻ്റെയും ട്രസ്റ്റിൻ്റെയും ഭാരവാഹിയായി 30 വർഷക്കാലം ഇരിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു സാധാരണ ക്ലബിൻ്റെ ഭാരവാഹിയായിട്ട് 30 വർഷം ഇരിക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. ദിലീപ് ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യ, വീണ്ടും വെള്ളാപ്പള്ളി അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതേ വേദിയിൽ വെച്ച് KN ബാലഗോപാൽ പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്താണ് സംഭവിച്ചത്? ഡോക്ടർ അരുൺകുമാർ, SNDP എംപ്ലോയീസ് യൂണിയൻ്റെയും റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെയും നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി നടേശൻ 30 വർഷം SNDP യോഗം ജനറൽ സെക്രട്ടറിയായി തുടർന്ന് 30 വർഷമായതിൻ്റെ ഒരു ആദരവ് നൽകിയ യോഗത്തിലാണ് മന്ത്രി അടക്കം ഇരിക്കുന്ന വേദിയിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം അദ്ദേഹം ഉന്നയിച്ചത്. അതായത് താൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നും മലപ്പുറത്തെത്തി മുസ്ലിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തല പോകുകയാണെങ്കിൽ പോകട്ടെ എന്നും തനിക്ക് 88 വയസ്സായി സമുദായത്തെക്കുറിച്ച് വേണ്ടി വന്നാൽ ഇനിയും പറയുമെന്നും ആവശ്യമുള്ളവർ, അതായത് വോട്ട് ബാങ്കിനായി ചിലർ മാറുമ്പോൾ നേട്ടങ്ങൾ അവർക്ക് തന്നെയാണ് ലഭിക്കുന്നതെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. മാത്രമല്ല മാധ്യമങ്ങൾക്കെതിരെയും അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. 4 കോളം വാർത്ത തനിക്കെതിരെ എഴുതുകയും തനിക്കെതിരെ ചർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിച്ച ശേഷം ആ മാധ്യമങ്ങളെ വിമർശിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പോകുന്ന വഴിക്കെല്ലാം തന്നെ ഈ മൊട്ടയിട്ട് പോകുന്ന ഒരാളാണ്. ഇത്തിരിയെങ്കിലും ഇല്ലാതെ ഇത്രത്തോളം നാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് രാഹുൽ മാങ്കൂട്ട